കട്ടപ്പനയിൽ കൊല്ലപ്പെട്ട വിജയന്റെ മൃതദേഹം ഇപ്പോൾ തറ പൊളിച്ച് പുറത്തെടുക്കുകയാണ്. വിജയനെ കൊല്ലാൻ ഉപയോഗിച്ച ചുറ്റികയും കണ്ടെത്തിയിട്ടുണ്ട്. ജെയിനസ് രാജു വിവരങ്ങളുമായി ചേരുന്നു. ജെയിൻ, കോൺക്രീറ്റ് തറ പൊളിച്ചോ? പൊളിക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയം തന്നെ മൃതദേഹം പുറത്തെടുക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് ആഴത്തിലല്ല ഈ കുഴി എടുത്തിരിക്കുന്നത് എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ അധികം താമസമില്ലാതെ തന്നെ മൃതദേഹം പുറത്തേക്ക് എടുക്കാൻ കഴിയും. പക്ഷേ പോലീസിന് ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള കുറച്ച് നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും മൃതദേഹം ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുക. അതിനുശേഷം ഈ നവജാത ശിശുവിനെ കുഴിച്ചു മൂടിയ സ്ഥലം, അത് മറ്റൊരു വീട്ടിലാണ്. ആ വീടിൻ്റെ തൊഴുത്തിലാണ് ഈ മൃതദേഹം കുഴിച്ചു മൂടിയിരിക്കുന്നത്. അപ്പോൾ പ്രതിയുമായി അതിനുശേഷം ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയും അവിടെ ഈ മൃതദേഹം കണ്ടെത്താൻ കഴിയുമോ എന്നതടക്കമുള്ള പരിശോധനകൾ നടത്തുകയും ചെയ്യും. 2016 ജൂലൈയിലാണ് ഈ നവജാത ശിശുവിനെ കൊലപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ മൃതദേഹം പൂർണ്ണമായും കണ്ടെത്താൻ കഴിയുമോ എന്ന സംശയം പോലീസിന് ഇപ്പോഴുമുണ്ട്. എന്തായാലും നാടിനെ ഞെട്ടിച്ച ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിയുകയാണ്. രണ്ട് പേർ ഉൾപ്പെട്ട ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് ഏതാണ്ട് 5 പേർ ഉൾപ്പെട്ട ഒരു കൊലപാതക കേസിലേക്ക് എത്തിയിരിക്കുന്നു. വിജയൻ ഈ കേസിൽ പ്രതിയാണ്. കൊല്ലപ്പെട്ട വിജയൻ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണ്. അതോടൊപ്പം തന്നെ വിജയന്റെ ഭാര്യ, മകൻ വിഷ്ണു എന്നിവരുൾപ്പെടെയുള്ളവരാണ് ഈ കേസിൽ പ്രതികളായിരിക്കുന്നത്. 2 കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്തത്. വിജയനെ കൊലപ്പെടുത്തിയ കേസ്, അതോടൊപ്പം തന്നെ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസ്. വിജയനെ കൊലപ്പെടുത്തുന്നത് ചുറ്റികയ്ക്ക് തലക്കടിച്ചാണ് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ആ ചുറ്റിക ഈ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കേസിൽ മറ്റ് 2 പേർ കൂടി പ്രതിയാണ്. അത് വിജയന്റെ ഭാര്യ സുമയും അതോടൊപ്പം തന്നെ മകൻ വിഷ്ണുവുമാണ്. നവജാത ശിശുവിനെ കൊലപ്പെടുത്തുന്നത് നിതീഷും അതോടൊപ്പം തന്നെ വിഷ്ണുവും അതോടൊപ്പം തന്നെ വിജയനും ചേർന്നാണ്. ഈ കുഞ്ഞിനെ മടിയിൽ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നത് നിതീഷാണ്. കുറെ കാര്യങ്ങൾ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരേണ്ടതുണ്ട്. എന്തിനാണ് വിജയനെ കൊന്നത്? കാരണം ഈ പറയുന്ന നവജാത ശിശുവിനെ കൊല്ലാൻ നിതീഷിനെ സഹായിച്ച വ്യക്തി കൂടിയാണ് ഈ വിജയൻ. പിന്നെ എന്തിന് വിജയനെ കൊന്നു? വിജയന്റെ ഭാര്യ എന്തിന് ഇതിന് നിതീഷിനൊപ്പം നിന്നു? സാമ്പത്തിക ഇടപാടുകളുണ്ടോ? ഇപ്പോൾ ഈ മന്ത്രവാദവുമായി ബന്ധപ്പെട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അതിൽ ക്ലാരിറ്റി വരേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്കൊക്കെ വലിയ അത്ഭുതമാണ് ഈ ഒരു വാർത്ത മാധ്യമങ്ങളിലൂടെ അറിഞ്ഞപ്പോൾ. കാരണം ആ വീട്ടിൽ 2 സ്ത്രീകൾ താമസിക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ വിഷ്ണുവിന്റെ അമ്മയും സഹോദരിയും താമസിക്കുന്നുണ്ടായിരുന്നു എന്ന വിവരം പോലും അവിടെയുള്ള 8 മാസമായി അവർ അവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. പക്ഷേ ഈ 8 മാസത്തിൽ ഒരിക്കൽ പോലും ഈ 2 പേരെയും, ഈ അമ്മയും സഹോദരിയും പ്രദേശവാസികൾ ആരും കണ്ടിട്ട് പോലുമില്ല. നമുക്ക് അവിടെയുള്ള ആളുകൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കൂടി കേൾക്കാം. ഈ സംഭവം പുറത്തറിഞ്ഞ ശേഷമാണ് ഇവരിങ്ങനെ താമസം ഉണ്ടെന്ന പോലെ അറിഞ്ഞു വരുന്നത്. അതിൽ ഒരാളെ മാത്രം കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഏറ്റവും അടുത്ത അയലോക്കം എന്ന് വെച്ചാൽ അവർ ഒരു പയ്യനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. കാരണം വെള്ളം എടുക്കാൻ വേണ്ടി ചെല്ലുന്ന ആ ഒരു പരിചയം മാത്രമേ ഉള്ളൂ അവരുമായിട്ട്. ഈ തൊട്ടടുത്ത് തന്നെയാണ്. എനിക്ക് 5 ബേക്കറിയാണ്. പക്ഷെ ഞാൻ പോലും കണ്ടിട്ടില്ല. സിറ്റിയിൽ എപ്പോഴും ഉള്ള ഒരാളെ ഉണ്ടോ ഞാൻ കണ്ടിട്ടില്ല ഇതൊരാളെ. അവര് പറഞ്ഞു കേട്ടത് അച്ഛനും മോനും മാത്രമേ ഉള്ളായിരുന്നു. മറ്റേ കൂട്ടുകാരനെ ഇടയ്ക്ക് വരുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഞങ്ങളാരും കണ്ടിട്ടില്ല. എൻ്റെ വീട് തൊട്ടടുത്താണ്. ഇതുവരെ ഇവരിങ്ങനെ താമസിക്കുന്നുള്ളൂ. അവരാരെയും അങ്ങനെ കണ്ടുപരിചയമില്ല. ഇപ്പോൾ ഒരു പ്രാവശ്യം വെച്ച് സിറ്റിയിലൊക്കെ വെച്ച് സാധനം മേടിക്കുക ഒരാളെ കണ്ടിട്ടുണ്ട്. ഇല്ല, അങ്ങനെ ആൾക്കാരുമായിട്ടൊന്നും ഒരു മിങ്കിൾ ചെയ്യാനുള്ള ഒരു മൈൻഡുള്ള ആൾക്കാരല്ലായിരുന്നു. ഇവിടെ ഈ പരിപാടിയൊക്കെ നടക്കുമ്പോഴാണ് ഇവർ കഥ എപ്പോഴും പൂട്ടിയിട്ട് അകത്തിരിക്കുന്ന ആ ഒരു രീതിയായിരുന്നു. ഇവിടെ ബാക്കിയുള്ള നാട്ടുകാരെല്ലാമായിട്ട് നല്ല ബന്ധം. പക്ഷെ ഇവര് അങ്ങനെ ആരുമായിട്ടൊന്നും ഒരു ബന്ധമോ ഒന്നുമില്ലായിരുന്നു. ഈ തൊട്ടടുത്ത വീട്ടിൽ നിന്നായിരുന്നു. ഈ വീട്ടിൽ നിന്നായിരുന്നു. ആരോട് സംസാരിക്കാറില്ല. ആരുമായിട്ട് ഒരു ബന്ധവും അങ്ങനെ ഇല്ല. ഇവിടെ എത്ര പേര് താമസിക്കുന്നതൊന്നും നമുക്ക് ഒരറിവില്ലായിരുന്നു. ഒരാളെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പുറത്ത് അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഈ സംഭവം നടന്നുകൊണ്ടാണ് ഇതിപ്പോൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു നമ്മളെല്ലാവരും ആകപ്പാടെ ശരിക്കും നാടിന് ചീത്തപ്പേരായി പോയില്ലേ? ഇല്ല, ഒരു പരിചയവും ഇല്ല, കണ്ടിട്ടുമില്ല. ഇല്ല, ഞാൻ പുറത്തൊക്കെ പോന്നാ. ഇവരെ അറിയത്തില്ല. ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. ഇങ്ങനെ ഒരു സംഭവം കേട്ടപ്പോഴാണ് ഇങ്ങനെ മനസ്സിലാകുന്നത്. ഇങ്ങനെ ഇവര് ഇല്ല, അതും അറിഞ്ഞിട്ടില്ല. ഇല്ല, ഹൗസ് ഓണർ ഇവിടെ അല്ലല്ലോ, കട്ടപ്പനയും കണ്ട. നേരത്തെ കണ്ട് ഇതിനു മുമ്പ് താമസിച്ചവരുണ്ടായിരുന്നപ്പം കണ്ടിട്ടുണ്ട് ഹൗസ് ഓണറെ. കഴിഞ്ഞ വർഷം ഒരു പെണ്ണും 2 പിള്ളേരും കൂടെ ഇവിടെ താമസിച്ച. അവരങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇവർ വന്നെന്ന് പിന്നെ അറിയുന്നത്. ആരും കണ്ടിട്ടൊന്നുമില്ല.
വീടിന് അടുത്ത് താമസിക്കുന്ന ആളാണ്. അവരെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇന്ന് തെളിവെടുപ്പിന് വരുമ്പോഴാണ് ഇവരാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നുള്ള കാര്യം അറിയുന്നത്. 6-7 മാസമായിട്ട് ഇവിടെ വാടകയ്ക്ക് ഈ വീട് കൊടുത്തിരുന്നതാണ്. പക്ഷേ അവിടെ ആളുകൾ താമസിക്കുന്ന ഒരു സ്ത്രീയും അതുപോലെ തന്നെ അവരുടെ മകള്, പിന്നെ മകളുടെ ഭർത്താവ്, അപ്പോൾ ഇങ്ങനെ 4 പേര് അടങ്ങുന്ന ഒരു കുടുംബം ഇവിടെ താമസിക്കുന്നതായിട്ട് നമുക്ക് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സാധാരണ വീട്ടിൽ ഒരു ഫാമിലിയായിട്ട് താമസിക്കുമ്പം താമസിക്കുന്ന ലക്ഷണങ്ങളുടെ തൊട്ടടുത്തുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഒരു ഡ്രസ്സെങ്കിലും സാധാരണ അലക്കിയൊക്കെ ഇടാറുണ്ട്. അങ്ങനെ ഒരു ഡ്രസ്സ് അലക്കി ഇടുന്നതായിട്ടോ ആ വീട്ടിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നതായിട്ടോ ഒന്നും തോന്നിയിട്ടില്ല. പകൽ സമയങ്ങളിൽ എപ്പോഴും ആ വീട് അടഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ താമസം തോന്നുന്നില്ല. രാത്രി ആകുമ്പോൾ ലൈറ്റ് അവിടെ കാണാറുണ്ട്, ആളുകളൊക്കെ വന്നിട്ട് പോകുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഇവർ അടുത്തുള്ള കടയിലേക്ക് പോകുമ്പോൾ, വൈകുന്നേരം പോകുമ്പം നമ്മൾ അടുത്തുള്ള ആളുകളൊക്കെ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ വൈകുന്നേരം മാത്രം. അപ്പോൾ ഇവർ ആരോടും മിണ്ടാതെ ഫോണിൻ്റെ അടുത്ത് കൈ പിടിച്ച് താഴേക്ക് റോഡിലേക്ക് നോക്കി നടന്നു പോകുന്നതായിട്ടാണ്. അല്ല, വിവരം അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പോലീസ് വന്നപ്പം ഞങ്ങൾ പോയായിരുന്നു. വീടിനകത്ത് നമുക്ക് കയറാൻ പറ്റിയില്ല, ഒരു പോലീസുകാർ കയറ്റിയില്ല. പുറത്തുനിന്ന് നോക്കിയപ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്. സാധനങ്ങളെല്ലാം വളരെ വലിച്ചു വാരി ഇടുന്ന രീതിയിലും അതുപോലെ പൂജയൊക്കെ നടത്തുന്നതിൻ്റെ ആയിട്ടുള്ള ലക്ഷണങ്ങൾ, അതുപോലെ തന്നെ പല ആക്രി സാധനങ്ങൾ ചാക്കിനകത്താക്കി കെട്ടി വെച്ചേക്കാണ്. എല്ലാ വീടിനകത്തോട്ട് ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വീടിനകത്തുള്ള അതിന് ചുറ്റുമായിട്ട് മൊത്തം ചാക്കിനകത്ത് അടുക്കി വെച്ചേക്കാണ്. ദുർഗന്ധം ഉണ്ടായിരുന്നു. വീടിനകത്ത് പുറത്തേക്ക് നല്ലതായിട്ട് ദുർഗന്ധം വരുന്നുണ്ടായിരുന്നു. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ മറ്റു സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അതിനകത്ത് വെച്ചിരിക്കുന്നതാണ്. സ്ഥലം കണ്ടിട്ടില്ല, ഒരു വിവരമില്ല, ഇല്ല, കണ്ടുപരിചയം പോലും ഇല്ല. ഒരു പരിചയമില്ല.